ബന്ധുക്കളായ രണ്ടുപേരെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു എന്ന് തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ. എന്നാൽ സഹോദരനെ കൊലപ്പെടുത്തിയതോടെ തളർന്നുവെന്നും അഫാൻ പോലീസിന് മൊഴി നൽകി. കൂട്ടക്കൊലയ്ക്ക് കാരണം സാമ്പത്തിക പ്രതിസന്ധി എന്ന് പോലീസ് ഉറപ്പിച്ചു. കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചവരുടെ പട്ടികയിൽ ഇനിയും ആളുകളുണ്ടായിരുന്നുവെന്നാണ് അഫാൻ മാനസികരോഗ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ മൊഴിയെടുത്തപ്പോൾ പറഞ്ഞത്. ബന്ധുവായ അമ്മയെയും മകളെയുമാണ് കൊല്ലാൻ പദ്ധതിയിട്ടത്. ഇവരിൽ നിന്ന് മുൻപ് 3 ലക്ഷത്തോളം രൂപയും 13 പവൻ സ്വർണവും കടമായി വാങ്ങിയിരുന്നു. വീണ്ടും 5 ലക്ഷം രൂപ ചോദിച്ചെങ്കിലും നൽകിയില്ല. ഇതായിരുന്നു വൈരാഗ്യ കാരണം. അനുജനെ കൊന്നതോടെ തളർന്നുവെന്നും ഇതോടെ ഇവരെ രണ്ടുപേരെയും കൊലപ്പെടുത്താനുള്ള ശ്രമം ഉപേക്ഷിച്ചെന്നും അഫാൻ മൊഴി നൽകി. സഹായിക്കാത്ത മാമനോടും പക തോന്നിയെന്നും അഫാന്റെ മൊഴിയിലുണ്ട്. ഇയാൾക്ക് ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് ഒഴിവാക്കിയെന്നും അഫാൻ പറഞ്ഞിട്ടുണ്ട്. അഫാന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വെഞ്ഞാറമൂട് പോലീസിന് റിപ്പോർട്ട് നൽകി. അഫാൻ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുത്തിട്ടുണ്ടാകാമെന്നും അതുകൊണ്ടാണ് കൊലപാതകങ്ങൾക്കിടയിലും കടം കൊടുക്കാനുള്ളവർക്ക് പണം നൽകിയതെന്നും തിരുവനന്തപുരം റൂറൽ എസ്.പി. KS സുദർശൻ ഇതുവരെ നടത്തിയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിനുണ്ടായിരുന്നു എന്നുള്ളത് വളരെ സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ എവിഡൻസോട് കൂടി നമുക്ക് പറയാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. കുറച്ചു കാലമായിട്ട് അവർ കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു. അവർ ആത്മഹത്യക്ക് വരെ അവർ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രതി അഫാനെ ഉടൻ തന്നെ ജയിലിലേക്ക് മാറ്റിയേക്കും. നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെല്ലിലാണ് പ്രതിയുള്ളത്. മെഡിക്കൽ ബോർഡ് ചേർന്ന് ആരോഗ്യനില വിലയിരുത്തിയ ശേഷമാകും തീരുമാനം. തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡി അപേക്ഷയും ഉടൻ നൽകും. 24 തിരുവനന്തപുരം.